നമസ്കാരം. കഥമം പ്രേക്ഷകർ ഏവർക്കും സ്വാഗതം. 2025 ഒക്ടോബർ മാസത്തെ പൗർണമി തിഥി വരുന്നത് ഒക്ടോബർ 6-നാണ്. പൗർണമി തിഥി തുടങ്ങുന്നത് ഒക്ടോബർ 6-ന് ഉച്ചയ്ക്ക് 12:23-നാണ്. അത് കഴിയുന്നത് 7-ാം തീയതി ഒക്ടോബർ 7-ന് കാലത്ത് 9:16-നാണ്. പൗർണമി തിഥിക്ക് എന്താ അത്ര പ്രത്യേകത എന്നല്ലേ? പൗർണമി തിഥിയിൽ നിങ്ങളുടെ ഇഷ്ടദൈവത്തോട് എന്ത് പ്രാർത്ഥിച്ചാലും അത് നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് വിശ്വാസം. പൗർണമിയിൽ ബിസിനസ് തുടങ്ങുവാനും അതേപോലെ തന്നെ നമ്മൾ തുടങ്ങിയ ബിസിനസ്സിൽ ലാഭം കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ജോലി സ്ഥലങ്ങളിൽ പ്രൊമോഷൻ കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഇവയെല്ലാം നടക്കും, നമ്മൾ പ്രാർത്ഥിച്ച പോലെ തന്നെ നടക്കും എന്നാണ് വിശ്വാസം. പൗർണമി ദിവസം നമ്മളൊരു മന്ത്രം ജപിക്കുകയാണെങ്കിൽ അത് 100 കോടി തവണ മന്ത്രം ജപിച്ചതിൻ്റെ ഫലമാണ് കിട്ടുക. ഈ പൗർണമിയെ ശരത് പൂർണിമ എന്നാണ് പറയുന്നത്. ശരത് നവരാത്രി നമ്മൾ സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 2 വരെ ആഘോഷിച്ചല്ലോ. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഒക്ടോബർ 6-ന് ശരത് പൂർണിമ ആഘോഷിക്കുകയാണ്. നാളെ വിഷ്ണുവിനെയും ലക്ഷ്മി ദേവിയെയും ചന്ദ്രഭഗവാനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. നിവേദ്യമായിട്ട് പാലുകൊണ്ടുണ്ടാക്കിയ പദാർത്ഥങ്ങളും പായസം അതുപോലെ തന്നെ പഴങ്ങളും പൂക്കളും വെച്ച് നിവേദിക്കാവുന്നതാണ്. എല്ലാ മലയാള മാസം 1-ാം തീയതിയും പ്രാർത്ഥിക്കുമ്പോൾ അത് 10 കോടി തവണ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ്. അതുപോലെ അമാവാസി ദിവസങ്ങളിലും പൗർണമി ദിവസങ്ങളിലും നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് 100 കോടി തവണ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് കിട്ടുക. അതുപോലെ തന്നെ ചന്ദ്രഗ്രഹണം, സൂര്യഗ്രഹണം ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ അത് 1000 കോടി തവണ നിങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് കിട്ടുക. അതുകൊണ്ട് തന്നെ പൗർണമി ദിവസങ്ങളിലും അമാവാസി ദിവസങ്ങളിലും അടുത്തുള്ള അമ്പലങ്ങളിൽ ചെന്ന് പ്രാർത്ഥിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. എല്ലാവർക്കും കാര്യസിദ്ധി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.